പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തള്ളുന്നില്ല കണ്ണൻ ഗോപിനാഥൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ കോൺഗ്രസ് നേതാക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നും കുട്ടിക്കാലം മുതൽ പാലക്കാടുമായി ബന്ധമുണ്ട് എന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്തായാലും മത്സരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പാലക്കാടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മത്സരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഇന്നും കൂടി ഉണ്ടാവും. പാർട്ടിയുടെ എല്ലാ വിധ പ്രവർത്തനങ്ങൾക്കും കേരളത്തിലൊന്നും ഉണ്ടാവും. അത് പാർട്ടി തീരുമാനമാണല്ലോ. ഞാനൊരു പാർട്ടിയുടെ മെമ്പറാണ്. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഉണ്ടാവും. ഇല്ല, അത് ഹൈപ്പോത്തറ്റിക്കലാണ്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് നിൽക്കും. അതെ. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയതലത്തിൽ തന്നെ ഈ പേര് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് സിവിൽ സർവീസിൽ നിന്ന് പുറത്തു വരുന്നു, പിന്നീട് കോൺഗ്രസിൽ ചേരുന്നു. പാലക്കാട്ട് മത്സരിക്കും എന്ന സൂചനകൾ ശക്തിപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുമ്പോൾ. ഗൂഗിൾ, അതായത് ഇന്ന് കണ്ണൻ ഗോപിനാഥിന് പാലക്കാട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിക്കുമെന്നാണ്. പാർട്ടി എന്ത് പറയുന്നോ അതനുസരിക്കും. തനിക്ക് തന്റെ താല്പര്യം, മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നോ ഇല്ലെന്നോ അല്ല, പാർട്ടി എന്ത് പറയുന്നോ അതനുസരിച്ച് നീങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പല വാർത്തകൾ വന്നിരുന്നു. കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ വാർത്തകളൊന്നും തന്നെ അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ന് ഈ പരിപാടിയുടെ തുടക്കത്തിൽ അദ്ദേഹം തുടങ്ങിയത് തനിക്ക് പാലക്കാടുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ തനിക്ക് പാലക്കാടുമായി നല്ല അടുത്ത ബന്ധമുണ്ട്, അത് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ മറ്റു കാര്യങ്ങളോ മറ്റു ഉദ്ദേശങ്ങളോ ഒന്നും തന്നെ അതിനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം ഈ വാർത്തകളൊന്നും തന്നെ തള്ളുന്നുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.